ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ മറിയം മോളെ, ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. കമന്റിന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ അങ്ങനെ കമന്റ്സിന് റിയാക്ട് ചെയ്തിട്ടില്ല. ഒരുപാട് കമന്റ്സ്, അതായത് ഫോർച്യൂണർ ലോഡിങ്, എന്താ ഫാമിലി ഇല്ലാത്ത, തെറ്റിപ്പോകുന്നതാണോ, വേണ്ടേ, ഭാര്യനെ മാത്രം മതിയോ, സൈബനെ ഒഴിവാക്കിയോ, റാഷിനെ ഒഴിവാക്കിയോ, ഫാമിലി ഇല്ലാതെ പുതിയ വീട് വെച്ചിട്ട് മാത്രം മതി, പുതിയ വീട് വെച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറി, ഇങ്ങനെ ഒരുപാട് കമന്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ കമന്റിനൊക്കെ നമ്മള് മറുപടി കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഉദ്ദേശം കറക്റ്റ് എന്താണ് നമ്മൾ മാറിയതെന്നൊക്കെ നിങ്ങളാണല്ലോ എല്ലാം. അപ്പൊ അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ ഈ വേണ്ടാത്ത കുറെ കമന്റുകൾ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും തുടങ്ങല്ലേ മറിയ? തുടങ്ങാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് കമന്റ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, കല്യാണം കഴിഞ്ഞ് ഉമ്മാനെയും ഉപ്പാനെയും വേണ്ടാതായി, സ്വന്തം ഭാര്യ മാത്രം മതിയല്ലേ. അഫ്സൽ 1725. ഒന്നുമല്ല, നമ്മളിപ്പോ പുതിയ വീട് വെച്ച് ഭയങ്കര ആഗ്രഹിച്ചു വെച്ച ഒരു വീടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മള് ഇപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എന്ത് ഡെയിലി വീഡിയോ എന്ന്. ഈ വീഡിയോ ഉണ്ടാക്കല് നമ്മുടെ ഒരു ജോലിയാണ്. ഈ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കലില്ല, നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതെ, ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കൂടി അതിന്റെ എന്തെങ്കിലും ആൾക്കാർ സ്ട്രെസ്സിൽ നിൽക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കരച്ചിലും കൂടി നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കാറ്. നോർമലി എന്തെങ്കിലും അതിൽ നിന്ന് ഒരു ഫണ്ട് കിട്ടിയാൽ നിങ്ങൾക്ക് കൂടി ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ നോർമലി നമ്മള് ഫോണൊക്കെ എടുത്ത് സ്ക്രോൾ ചെയ്യും, ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ മറന്നിട്ട് കുറച്ച് നേരം ചിരിക്കാനും കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മോർ ഫൺ ടൈപ്പ് കോണ്ടന്റ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ, അപ്പം നമ്മൾ ഈ മൈൻഡിൽ നിന്ന്, ഇത് നമ്മുടെ ജോലിയാണ്, ഈ സാധനം മൈൻഡിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പം ഈ വർക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, നല്ല രീതിക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡും ഓക്കെ ആയിരിക്കണം. അപ്പൊ വീട്ടിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വർക്കുകൾ, ഓരോ സംഭവങ്ങൾ, ഓരോ സ്ഥലത്ത് പോകാനുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി പരിപാടി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോ ചിലപ്പം വീട്ടുകാരായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ വരുമ്പം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ചാനലിലൂടെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. കാരണം അഥവാ നമ്മൾ അവര് പറഞ്ഞ ഏതെങ്കിലും പരിപാടിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്, അവർക്ക് വിഷമാവും. അതായത് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവും, പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വീട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ്. അവർ കാണുന്ന സമയത്ത് വിചാരിക്കും ഫ്രീ ആയിട്ടിരിക്കുക എന്നിട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലുത് എന്റെ ഉപ്പ, ഉമ്മ, അനിയൻ, അനിയത്തി, ഇവള്, ഇതാണ് വേണ്ടിയിട്ടാണ് ഇവൻ ജീവിക്കുന്നത്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരാണ് എല്ലാം. അപ്പം അതേപോലെ തന്നെ എന്റെ ഉപ്പ ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ഇവരൊക്കെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പം അവര് നമ്മൾ എന്ത് ചെയ്യരുത്, വിഷമിപ്പിക്കരുതല്ലോ. അതാണ് ഞാൻ മോർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കല്. അപ്പം ഇവിടെ മാറിയതിൽ ഇമ്മക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അത് മാറിക്കോളും. കാരണം ഞാൻ മുമ്പാണെന്നുണ്ടെങ്കിലും എന്റെ ജോലി സംബന്ധപ്പെട്ട് ഞാൻ കൊച്ചിയിലായിരുന്നു. എന്നിട്ട് നമ്മൾ ഫാമിലി കണ്ടന്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, വീട്ടിലേക്കായത്. അതെ, കുറച്ച് നമ്മുടെ ഉമ്മനി ഉപ്പനിയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പറഞ്ഞത് നമുക്ക് തട്ടിക്കളയാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് നേരെ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് മാറിയത്. ഇതാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോലി ഇവിടുന്ന് നടക്കും, കറക്റ്റ് ആയിട്ട് നടക്കും. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അടവുകളൊക്കെ ഉണ്ട്. അതായത് മന്ത്ലി EMIs ഉണ്ട്, വീടൊക്കെ ഇതാക്കിയിട്ടല്ലേ ഉള്ളൂ കല്യാണം കഴിച്ച്. അപ്പം കുറച്ച് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി അടയ്ക്കേണ്ട ഒന്നും നടക്കൂല. അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് അവരെ കൺവേ ചെയ്യാനോ അവരെ ഇതാക്കാനോ പറ്റില്ല. കാരണം അവരൊക്കെ കുറച്ച് നമ്മളെക്കാട്ടി മുതിർന്ന ആൾക്കാരാണ്, ഏജ് ഉള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് അവരോട് അടി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റ് അങ്ങനെയൊന്നും പറയാൻ, എനിക്ക് ജോലിയുണ്ട് ഞാൻ ഇന്ന് പോകൂല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഓരാണെല്ലാം, ഓരെന്തിനാ നമ്മൾ കൂടുതൽ വിഷമിപ്പിക്കണേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തത് ജോലിയൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഡെയിലി വീഡിയോ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാതെ പല ദിവസങ്ങളിലും നമുക്ക് വീഡിയോ മിസ്സായി പോണ്, മൈൻഡ് ഓൺ എടുക്കാൻ പറ്റാതെ വരുന്നത്. അതായത് ഓരോ പ്രോഗ്രാംസ്, ഓരോ പരിപാടികളും കാര്യങ്ങളും അവിടെ പോവേണ്ടി ഇവിടെ പോവേണ്ടി ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ടാണ് മാറിയത്. അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ പണി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല നമ്മൾ മാറിയത്. കാരണം എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ആ റൂം നമ്മൾ സെറ്റ് ചെയ്ത്
അത്രയും ആഗ്രഹിച്ച് എടുത്ത വീടും ആഗ്രഹിച്ച് മേക്ക് ചെയ്ത അതായത് റൂമൊക്കെ നമ്മുടെ കല്യാണത്തിന്റെ സമയത്താണ് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയത്. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് പോവാനെങ്കിൽ തോന്നാറില്ല. എവിടെ പോയാലും രാത്രി എന്താ പറയാ, നമ്മൾ രണ്ടുപേരും വീട്ടിൽ പോകണം, അവിടെ കിടക്കണം, നമ്മുടെ റൂമിൽ കിടക്കണം എന്നുള്ള ആ ഒരു ഇഷ്ടം നമുക്ക് എപ്പോഴും നമ്മളെ വീടിനോട് നമ്മളെ റൂമിനോടും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാരണം. ഇതാണ് കാരണം, ഇതല്ലാതെ ഒരു കാരണമില്ല. ഇനി ഇങ്ങോട്ട് മാറിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ വർക്കുകൾ ഇപ്പൊ രാവിലെ നമ്മൾ എണീക്കുന്നത് സാധാരണ നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മള് എണീക്കൂല കറക്റ്റ് ടൈമില്ലേ, നമ്മൾ കൂടുതൽ ഉറങ്ങുക ഒക്കെ ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് മാറിയപ്പോൾ നമുക്ക് ഉണ്ടായ മാറ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പ്രോപ്പർ എണീക്കും. ഇവിടെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനായിക്കോട്ടെ അവനായിക്കോട്ടെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങൾ കണ്ടാലും ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത്, ടേബിൾ ക്ലീൻ ചെയ്യേണ്ടത് കണ്ടാലോ, ഞാനില്ലെങ്കിൽ ഇത് കണ്ടാൽ എനിക്ക് പോലും ചെയ്യാൻ തോന്നുന്നു. സാധാരണ മറ്റെന്താ പറയാ, രാവിലെ എണീറ്റിട്ട് ഒരു പ്ലേറ്റ് പോലും, അതായത് തിന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്ലേറ്റ് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. പിന്നെ ഡ്രസ്സ് അവിടെയും ഇവിടെയും ഒക്കെ ഇതാക്കിയിടുന്നത് അല്ലെങ്കിൽ പ്ലേറ്റ് കഴുകുക ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തരുടെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോഴാണ് ആളുകൾ മാറുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്കിപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു വീട് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് നമ്മുടെ ഇതിലാണുള്ളത്. അപ്പൊ അത് വൃത്തിയായിട്ട് കൊണ്ടടക്കാനും അപ്പൊ ഓരോരുത്തർക്കും ബെഡിൽ നിന്നിട്ട് ആ ബെഡ് വരെ തട്ടിക്കൊട്ടി വെക്കാറ് ില്ല നമ്മള്. ഇപ്പം നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അത് മടക്കി വെക്കുന്നു. അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എപ്പോഴും നമ്മളെ വീടിനോട് നമ്മളെ റൂമിനോട് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാരണം. ഇതാണ് കാരണം, ഇതല്ലാതെ ഒരു കാരണമില്ല. ഇനി ഇങ്ങോട്ട് മാറിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ വർക്കുകൾ ഇപ്പൊ രാവിലെ നമ്മൾ എണീക്കുന്നത് സാധാരണ നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മള് എണീക്കൂല കറക്റ്റ് ടൈമില്ലേ, നമ്മൾ കൂടുതൽ ഉറങ്ങുക ഒക്കെ ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് മാറിയപ്പോൾ നമുക്ക് ഉണ്ടായ മാറ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പ്രോപ്പർ എണീക്കുന്നത്. ഇതാണ് കാരണം, ഇതല്ലാതെ ഒരു കാരണമില്ല. ഇനി ഇങ്ങോട്ട് മാറിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ വർക്കുകൾ ഇപ്പൊ രാവിലെ നമ്മൾ എണീക്കുന്നത് സാധാരണ നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മള് എണീക്കൂല കറക്റ്റ് ടൈമില്ലേ, നമ്മൾ കൂടുതൽ ഉറങ്ങുക ഒക്കെ ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് മാറിയപ്പോൾ നമുക്ക് ഉണ്ടായ മാറ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പ്രോപ്പർ എണീക്കും. ഇവിടെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനായിക്കോട്ടെ അവനായിക്കോട്ടെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങൾ കണ്ടാലും ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത്, ടേബിൾ ക്ലീൻ ചെയ്യേണ്ടത് കണ്ടാലോ, ഞാനില്ലെങ്കിൽ ഇത് കണ്ടാൽ എനിക്ക് പോലും ചെയ്യാൻ തോന്നുന്നു. സാധാരണ മറ്റെന്താ പറയാ, രാവിലെ എണീറ്റിട്ട് ഒരു പ്ലേറ്റ് പോലും, അതായത് തിന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്ലേറ്റ് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. പിന്നെ ഡ്രസ്സ് അവിടെയും ഇവിടെയും ഒക്കെ ഇതാക്കിയിടുന്നത് അല്ലെങ്കിൽ പ്ലേറ്റ് കഴുകുക ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തരുടെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോഴാണ് ആളുകൾ മാറുന്നതെന്ന് തോന്നുന്നത്. എന്റെ ഉപ്പ, ഉമ്മ, അനിയൻ, അനിയത്തി, ഇവള്, ഇതാണ് വേണ്ടിയിട്ടാണ് ഇവൻ ജീവിക്കുന്നത്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരാണ് എല്ലാം. അപ്പം അതേപോലെ തന്നെ എന്റെ ഉപ്പ ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ഇവരൊക്കെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പം അവര് നമ്മൾ എന്ത് ചെയ്യരുത്, വിഷമിപ്പിക്കരുതല്ലോ. അതാണ് ഞാൻ മോർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കല്. അപ്പം ഇവിടെ മാറിയതിൽ ഇമ്മക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ അത് മാറിക്കോളും. കാരണം ഞാൻ മുമ്പാണെന്നുണ്ടെങ്കിലും എൻ്റെ ജോലി സംബന്ധപ്പെട്ട് ഞാൻ കൊച്ചിയിലായിരുന്നു. എന്നിട്ട് നമ്മൾ ഫാമിലി കണ്ടന്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, വീട്ടിലേക്ക് ആയത്. കുറച്ച് നമ്മുടെ ഉമ്മനി ഉപ്പനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പറഞ്ഞത് നമുക്ക് തട്ടിക്കളയാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് നേരെ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് മാറിയത്. ഇതാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോലി ഇവിടുന്ന് നടക്കും, കറക്റ്റായിട്ട് നടക്കും. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അടവുകളൊക്കെ ഉണ്ട്. അതായത് മന്ത്ലി EMIs ഉണ്ട്. വീടൊക്കെ ഇതാക്കിയിട്ടല്ലേ ഉള്ളൂ കല്യാണം കഴിച്ച്. അപ്പം കുറച്ച് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി അടയ്ക്കേണ്ട ഒന്നും നടക്കൂല. അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് അവരെ കൺവേ ചെയ്യാനോ അവരെ ഇതാക്കാനോ പറ്റില്ല. കാരണം അവരൊക്കെ കുറച്ച് നമ്മളെക്കാട്ടി മുതിർന്ന ആൾക്കാരാണ്, ഏജ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അവരോട് അടി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റ് അങ്ങനെയൊന്നും പറയാൻ, എനിക്ക് ജോലിയുണ്ട് ഞാൻ ഇന്ന് പോകൂല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഓരാണെല്ലാം. ഓരെന്തിനാ നമ്മൾ കൂടുതൽ വിഷമിപ്പിക്കണേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ജോലിയൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഡെയിലി വീഡിയോ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാതെ എന്താ പറയാ, പല ദിവസങ്ങളിലും നമുക്ക് വീഡിയോ മിസ്സായി പോണ്, മൈൻഡ് ഓൺ എടുക്കാൻ പറ്റാതെ വരുന്നത്. അതായത് ഓരോ പ്രോഗ്രാംസ്, ഓരോ പരിപാടികളും കാര്യങ്ങളും അവിടെ പോവേണ്ടിയും ഇവിടെ പോവേണ്ടിയും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ടാണ് മാറിയത്. അതായത് പ്രോപ്പറായിട്ട് നമ്മൾ പണി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല നമ്മൾ മാറിയത്. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആ റൂം നമ്മൾ സെറ്റ് ചെയ്ത് അത്രയും ആഗ്രഹിച്ച് എടുത്ത വീടും ആഗ്രഹിച്ച് മേക്ക് ചെയ്ത അതായത് റൂമൊക്കെ നമ്മുടെ കല്യാണത്തിന്റെ സമയത്താണ് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയത്. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് പോവാനെങ്കിൽ തോന്നാറില്ല. എവിടെ പോയാലും രാത്രി എന്താ പറയാ, നമ്മൾ രണ്ടുപേരും വീട്ടിൽ പോകണം, അവിടെ കിടക്കണം, നമ്മുടെ റൂമിൽ കിടക്കണം എന്നുള്ള ആ ഒരു ഇഷ്ടം നമുക്ക് എപ്പോഴും നമ്മളെ വീടിനോട് നമ്മളെ റൂമിനോട് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാരണം. ഇതാണ് കാരണം, ഇതല്ലാതെ ഒരു കാരണമില്ല. ഇനി ഇങ്ങോട്ട് മാറിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ വർക്കുകൾ ഇപ്പൊ രാവിലെ നമ്മൾ എണീക്കുന്നത് സാധാരണ നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മള്
എണീക്കൂല കറക്റ്റ് ടൈമില്ലേ, നമ്മൾ കൂടുതൽ ഉറങ്ങുക ഒക്കെ ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് മാറിയപ്പോ നമുക്ക് ഉണ്ടായ മാറ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പ്രോപ്പർ എണീക്കും. ഇവിടെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനായിക്കോട്ടെ അവനായിക്കോട്ടെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങൾ കണ്ടാലും ഒന്ന് ക്ലീൻ ചെയ്യേണ്ട, ടേബിൾ ക്ലീൻ ചെയ്യേണ്ടത് കണ്ടാലോ, ഞാനില്ലെങ്കിൽ ഇത് കണ്ടാൽ എനിക്ക് പോലും ചെയ്യാൻ തോന്നുന്നു. സാധാരണ മറ്റെന്താ പറയാ, രാവിലെ എണീറ്റിട്ട് ഒരു പ്ലേറ്റ് പോലും, അതായത് തിന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്ലേറ്റ് പോലും കഴിയാത്ത ആളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം, പിന്നെ ഡ്രസ്സ് അവിടെയും ഇവിടെയും ഒക്കെ ഇതാക്കിയിടുന്നത് അല്ലെങ്കിൽ പ്ലേറ്റ് കഴുകുക ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോഴാണ് ആളുകൾ മാറുന്നതെന്ന് തോന്നുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ഒരു ഒന്നരാടൊക്കെ ആക്കിയിട്ടുണ്ട് അല്ലെ. ഒന്നരാടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം വീഡിയോ ചെയ്തിട്ട് അതിന്റെ ഹൈലൈറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഷോർട്സ് ഇടാന്ന് വിചാരിച്ചു. നമ്മൾ പ്ലാൻ ചെയ്യുന്ന വീഡിയോസും ഹോൾ ഡേ വരുന്ന കോണ്ടന്റ്സ് ഒക്കെയാ. അതായത് ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ആ പിറ്റേ ദിവസം എഡിറ്റ് ആക്കണം. അപ്പൊ നമുക്ക് ഒന്നരാടനാകുമ്പോൾ അത് റെഗുലർ ആയിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നരാടത്തേക്ക് ഇങ്ങനെ കണ്ടന്റ് ആക്കിയതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി വീഡിയോ, അതായത് ഫാമിലി വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതും ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നു, എനിക്കും ചെയ്യുമ്പോൾ ബോറടിക്കുന്നു. പക്ഷെ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്, നമ്മൾ ആൾക്കാർ ആവശ്യപ്പെടുന്നതിന് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഫാമിലി ടൈപ്പും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഫൺ ടൈപ്പും നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് ചലഞ്ചസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കുറച്ച് ഷെഡ്യൂൾഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഷോർട്ട് ചാനൽ. അത് ഷോർട്സിന് വേണ്ടി മാത്രമായിട്ടുള്ള, അത് താഴെ ലിങ്ക് കൊടുക്കുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ, ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഒന്ന് കേറിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇട്ടുണ്ട്, പോയി നോക്ക് നിങ്ങൾ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, മറക്കരുതേ. അപ്പം റെഗുലർ ആയിട്ട് ഡെയിലി ഇടണം എന്നാണ് പ്ലാൻ ഉള്ളത്. അപ്പൊ എന്തായാലും ഇത് ഒന്നരാടം മെയിൻ കണ്ടന്റ് നല്ല എഫോർട്ട് ഇട്ടിട്ടുള്ള പല ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ വരുന്നുണ്ട്. നമ്മള് വേറൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ച് ഒരു OCD കണ്ടന്റ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവരുണ്ട്, കാണാത്തവരെന്നല്ല, സോറി, അത് ഇടാൻ പോകുന്നുള്ളൂ. നെക്സ്റ്റ് കണ്ടന്റ് അതായിരിക്കും. OCD എന്ന് പറഞ്ഞാൽ ഫുൾ OC അടിക്കുക. ഫൺ കണ്ടന്റ് ആണ് ഗൈസ്, നിങ്ങൾ അതിന്റെ ആൾക്കാരെ കാണണം. അടുത്ത കണ്ടന്റ് വരുന്നത്, അത് മറ്റന്നാൾ വരുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പുതിയൊരു ബിസിനസ്, നമ്മളൊരു പറഞ്ഞിരുന്നില്ല, ഒരു പുതിയ സംഭവം മേക്കപ്പിന്റെ, അതിന്റെ സംഭവമൊക്കെ ഇവിടെ ആണ് മോസ്റ്റ്ലി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് സെറ്റപ്പ് ചെയ്യണം. ഇതിന്റെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. അല്ലാതെ ഫാമിലിനോട് തല്ലു പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മള് കച്ചറുണ്ടായിട്ടോ ഒന്നുമല്ല. ഉമ്മക്ക് വിഷമമുണ്ട് കേട്ടോ, നല്ല വിഷമമുണ്ട്. ഉമ്മക്കും ഉപ്പക്കൊക്കെ വിഷമം ഉണ്ടാവും. പക്ഷെ അവർക്ക് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നില്ലേ, ഏത് നമ്മൾ വർക്ക് ചെയ്യാനാണെന്നല്ല തന്നെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ അവർക്ക് പിന്നെ മനസ്സിലായിക്കോളും. ആദ്യമൊക്കെ വിഷമം ഉണ്ടാവും, പിന്നെ അത് റെഡി ആയിക്കോളും. അല്ലാതെ നമ്മൾ തല്ലു പിടിച്ചിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഒന്നുമല്ല മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഫോർച്യൂണർ ലോഡിങ് എന്ന് ഇനി പറയല്ലേ. ഓക്കെ, നമ്മൾ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് മാറിയതാണ്. പിന്നെ കൊച്ചി ടു കോഴിക്കോട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അവർക്ക് ഈ പരിപാടിക്ക് അവരെ കൊണ്ടുവന്നിട്ടില്ല. ഇത് നമ്മൾ റെന്റിനാണ് ഫ്ലാറ്റിലേക്ക് മാറിയിട്ടുള്ളത്, വർക്കിനായിട്ടാണ്, അല്ല നമ്മൾ സ്വന്തമായിട്ട് എടുത്തല്ല. അവർക്ക് ട്രാവൽ ചെയ്ത് ഉപ്പാടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇപ്പൊ കൊണ്ടുവന്ന ആവശ്യമില്ല. അവര് ഒഴിവുപോലൊക്കെ അവര് വന്നോളും. അതിനൊക്കെ ടൈം ഉണ്ട്. വരാനോ നിന്നതായിരുന്നു, പക്ഷെ റാഷിക്ക് ഒരു ഷൂട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. റാഷിക്ക് ബാംഗ്ലൂർ പോകണ്ടായി, കഴിഞ്ഞിട്ട് റാഷി വരും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇവളെ അനിയത്തിനെ കൊണ്ടുവരുന്ന ദിവസം തന്നെ റാഷിനും വിളിച്ചതാണ്, നമ്മൾ ഇവിടെ പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിച്ചതാണ്. പക്ഷെ റാഷി ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് വരാന്നാണ് റാഷി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റാഷി വരുന്ന കമ്മിങ് ഡേയ്സിൽ റാഷിയും വരും. അല്ലാതെ ആരെ ഒഴിവാക്കിയിട്ടോ ഒന്നുമില്ല. അല്ലാതെ നമ്മൾ ഓരോ തെറ്റി പിരിഞ്ഞു പോകുന്നതൊന്നല്ല. ഇനിയിപ്പം ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഓരോ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെ വീട്ടിലേക്ക് തന്നെ പോകേണ്ടതും. പിന്നെ ഇത് ഞാൻ ഇവനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതൊന്നുമല്ല. കല്യാണം കഴിക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞിരുന്നുണ്ട്, ഞങ്ങൾക്ക് സത്യത്തിൽ മാറാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ അവളെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലേക്ക് വരുമ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവളോട്. അതായത് വീട്ടിലേക്ക് വന്നിട്ട് മാറണം എന്നൊന്നും നീ പറയരുത്. പക്ഷെ ഞാനായിട്ടുള്ള പറഞ്ഞാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആവുക, മാറിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പക്ഷെ ഇപ്പൊ നമുക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ അലക്കുന്ന നമ്മുടെ സാധനം ഇവള് കാര്യത്തില് നീ വീട്ടിൽ ക്ലീൻ ആക്കുമായിരുന്ന? ഇല്ല, ഞാന് ഇവന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ കുറച്ചെങ്കിലും പണികളൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ കുക്കിങ്ങിന്റെ ABCD എനിക്ക് അറിയില്ല. ഞാന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ഉപ്പിന്റെ റേറ്റ് പോലും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ഓരോന്ന് പഠിച്ചു വരാം. ഒരു കറിയായിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കിയിട്ട് ഇവര് കൊടുക്കുന്നത് അത് എങ്ങനെയാന്ന് പോലും. എന്നിട്ട് ഇവന്റെ ആപ്പി, അതായത് ഇവന്റെ ഉപ്പാടെ ബ്രദറിന്റെ വൈഫിനെ വിളിച്ചിട്ട് എങ്ങനെയാ ഉണ്ടാക്കാന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുത്തത്. അത്ര എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കൊച്ചിയിൽ നിന്ന് വർക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പം കൊച്ചിയിലേക്ക് നമ്മൾ അതുകൊണ്ടാണ് മെയിൻലി മാറിയിട്ടുള്ളത് അല്ലെ. പിന്നെ വർക്കിന്റെ ആവശ്യത്തിന് നമുക്ക് പല സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും, ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ എന്റെ ഉമ്മ ഇവളോട് ഈ പണിയെടുക്കുന്നൊന്നും പറയലില്ല.
പക്ഷെ സമയാസമയം നമ്മളിപ്പോ എനിക്കും ഇവൾക്കും ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതിന്റെ വർക്കൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പ്രോപ്പർ എണീച്ച് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എണീറ്റ് വരാൻ പറ്റണമെന്നില്ല ഇവൾക്ക് ഒക്കെ ആയാലും. കാരണം തലേ ദിവസം നമ്മൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് കിടക്കുന്ന ടൈമൊക്കെ ഉണ്ട്. പക്ഷെ ഉണ്ടാക്കി വെക്കുന്ന ഫുഡ് കറക്റ്റ് ടൈമിൽ പോയി കഴിക്കുമ്പോൾ ഇവള് കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് പറ്റണത് കേട്ടോ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ തന്നെ തിന്നുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നും, കാരണം നമ്മളൊന്നും ചെയ്തു കൊടുക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്കുള്ളിൽ തന്നെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് ഇവരോട് എങ്ങനെ പറയും, നമ്മൾ ഫുള്ള് വർക്കില്ല, അപ്പൊ ഓരോന്ന് വിചാരിക്കും ഓ വർക്ക് എന്നുള്ള മനസ്സുകൊണ്ടൊരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ ഇതാവുമ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറിയതിനെ കൊണ്ട് ഇതാവുമ്പോ നമുക്ക് എങ്ങനെ പറഞ്ഞാല് നമ്മുടെ ഇതിനനുസരിച്ച്, അതായത് ഇന്നിപ്പോ ഷൂട്ട് ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായി, ഷൂട്ട് ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്ലാനുകളൊക്കെ മാറ്റാൻ പറ്റും നമുക്കനുസരിച്ച്. പക്ഷെ വീട്ടിലാകുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കണം. ഇത്ര സമയത്ത് കറക്റ്റ് ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് കൊടുക്കണം എന്നുള്ള സാധനം. പക്ഷെ ഇത് നമ്മളാവുന്ന സമയത്ത് നമുക്കത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. വേറൊരു കമന്റ്, ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കമന്റുകളൊക്കെ ചോദിച്ച ഒരു കോമൺ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ക്രിസ്റ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് ചോദിച്ചതാ, സൈബ ഉമ്മ ഉപ്പ റാഷിനെ കൂടെ കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പന്റെ വില ആയിക്കോട്ടെ ഉമ്മന്റെ വിലയൊക്കെ നമുക്ക് ഇവിടുന്ന് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മളെ വീട്ടിൽ ഇപ്പൊ സാധനങ്ങൾ വാങ്ങലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വാങ്ങിക്കൊണ്ടിരില്ലേ, ഇപ്പല്ല റാശി ഇപ്പൊക്കെ വയ്യാണ്ട് ശേഷം. അതിന് മുന്നേ ഉപ്പ തന്നെയായിരുന്നു. ഇപ്പൊ റാശിറ്റാണ് വാങ്ങുന്നത്, ഞാൻ വാങ്ങാൻ പോലെ. ആ ഒരു ഇത് ഞാനാണ് പോയിട്ട് ഇപ്പൊ ഇന്ന് രാവിലെയും കൂടി ഞാൻ പോയി സാധനം മേടിച്ച് വന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ വിലകൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മളതായിട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അതെ, നല്ലതുണ്ട്. കാരണം നമ്മൾ വീട് മൊത്തത്തിൽ നോക്കിയാലും നല്ല വൃത്തിയിലാണ് കിടക്കുന്നത്, നമ്മൾ എന്നും അത് ക്ലീൻ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം ഇപ്പൊ ഈ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ എഡിറ്റിലിരിക്കും, ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട്, ഇനി കറി ഉണ്ടാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പ്രോപ്പർ ആവുന്നുണ്ട് കാര്യങ്ങള്. വീട്ടിലാവുമ്പോ നമ്മള് നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാരും ഉള്ളതല്ല, അപ്പം അതിനനുസരിച്ച് കറക്റ്റ് ഫുഡ് വെക്കണം. ഇവള് ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് ചിലപ്പോൾ ഉമ്മാന്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പൊ ഇവൾക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിക്കുമ്പോ അതൊരു കറക്റ്റ് അല്ലല്ലോ എന്നുള്ളത്. അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു തോന്നിയാലോ നമുക്കൊരു ഉൾക്കുത്തുണ്ട് അങ്ങനെ നിൽക്കുന്നതിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത്. അതേപോലെ തന്നെ സൈബനും ഉമ്മനും ഇപ്പനും ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളൊരു ടൈമിൽ കൊണ്ടുവരുന്നതായിരിക്കും, എന്തായാലും കൊണ്ടുവരും. റാശിന്റെ മുന്നേ വരും. അതെ, പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പർ ആവട്ടെ. കാരണം നമ്മൾ ഒന്നരാടാണല്ലോ മെയിൻ വീഡിയോ ഒന്ന് ചാനലൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. കാരണം നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളെ നിരാശപ്പെടുത്തരുത്. നല്ല നല്ല കണ്ടന്റ് തന്നെ തരും, നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ OCD കണ്ടന്റ് വന്നാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ ഏത് ടൈപ്പ് കണ്ടന്റ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നമ്മളെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യണം. അതെ, നിങ്ങളാണ് ഇതുവരെ ആക്കിയത്, അതേപോലെ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടാവുന്നും സപ്പോർട്ടായിട്ട് നിൽക്കുന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവൂലേ അല്ലേ? പറയണം കേട്ടോ നിങ്ങൾ കമന്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അല്ലേ എന്നുള്ളത്. നെക്സ്റ്റ് കമന്റ് നജം മുഹമ്മദ് ചോദിച്ച, ഇവര് എന്തോ പ്രശ്നമുണ്ട് അതാണ് ആരും ഇല്ലാത്തത്. അപ്പോ പ്രശ്നങ്ങളൊക്കെ ഇല്ല, പ്രശ്നങ്ങൾ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. ഇപ്പൊ ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്, അതായത് എനിക്ക് കുറച്ച് ചൂട് ടൈപ്പ് ഒക്കെ ഉള്ള ആളാണ്. അതിന്റെ എന്റെ ഉപ്പ കാണുന്നുണ്ടെങ്കിൽ ഇത്തിരി ചൂടില്ല, ഉപ്പന്റെ സ്വഭാവം എന്റെ മക്കൾക്കും കിട്ടാം. അതെ. അപ്പം ഓരോ ഫാമിലിയിലും എല്ലാ ഫാമിലിയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലാത്ത ഫാമിലി ഒരിക്കലില്ല, സ്നേഹമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവും. ഞാനും ഇവളും തമ്മിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് തെറ്റാറുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ വേറെ എന്താ പറഞ്ഞപ്പോ, അത് ഉപ്പിന്റെ കാര്യത്തിലട്ടോ, ഉപ്പ് ഇതായിട്ടില്ല പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പോ ഇവൾക്ക് എന്താ തോന്നി, സാധാരണ എന്റെ വോയിസ് ഇത്തിരി ഹൈ ആണ്. അപ്പൊ അതില് ഇന്നൊരു ചൂടാണ്, ഞാൻ പറഞ്ഞു ഞാൻ ചൂടായിട്ടില്ല, ഉപ്പിന്റെ. ഞാനും കൂടി ഇവളെ കൂടെ നിന്നിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പം എത്ര ഉപ്പിട്ടാലും മതിയാവില്ല. അതെ, അതിന് ഇവൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടിട്ടാ. എന്താ അറിയോ, ഉപ്പ് കുറച്ച് കഴിക്കുന്ന ഉപ്പ്, കാരണം എനിക്ക് സ്റ്റോണിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ എത്ര ഉപ്പ് കുറയ്ക്കുന്നോ അത് വളരെ നല്ലതാണ് ഇവന്. പക്ഷെ അത് ഇവൻ ആ ഒരു ഇതിൽ ശീലിച്ചു പോയി, ഉപ്പ് അങ്ങനെ ഇട്ടിട്ട് ശീലിച്ചു പോയി. അപ്പൊ അത് പെട്ടെന്ന് കുറയ്ക്കാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്, മെല്ലെ മെല്ലെ മാറ്റാം. അതെ, സോ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പം ഞാൻ എന്റെ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ എന്നെ കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, എന്റെ ഉമ്മിപ്പൊക്കെ ഇതായിട്ടുണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാവില്ല. അതാണ് ശരിക്കും ഫാമിലിയിൽ സ്നേഹം ഉണ്ടെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ വിചാരിക്കൽ എപ്പോഴും എന്റെ പ്രശ്നം കൊണ്ടാണെന്നുള്ളതാണ്. ഏത് കാര്യത്തിലാണെങ്കിലും എങ്ങനെയാണെന്ന് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്റെ പാസ്റ്റ് റിലേഷനിലാണെങ്കിലും ഒക്കെ ഞാൻ ചിന്തിക്കുന്നത് എന്റെ കാരണം കൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൂ. സോ
പ്രശ്നങ്ങളില്ലാത്തൊന്നുമില്ല. ഇനിയിപ്പം നമ്മളെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് കാണിക്കേണ്ട ആവശ്യമില്ല. അവനവന്റെ പല്ല് കുത്തി മറ്റുള്ളവരെ മണപ്പിക്കണ്ടല്ലോ അല്ലെ? അതെ. സോ പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ ഈ പ്രശ്നങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ അതിലുണ്ട്. അത് ഇവിടെ വന്നിട്ടല്ല, മുന്നേ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെയാണ്. അല്ലാത്ത പ്രശ്നങ്ങളൊന്നും നമ്മളെ വീട്ടിലില്ല. വലിയ പ്രശ്നങ്ങൾ ഉമ്മനോട് വരെ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. അതെ, ഞാൻ അവിടുന്ന് എല്ലാവരോടും ഇറങ്ങിയിട്ട് ഇവിടേക്ക് മാറിയതിന്റെ ശേഷം നമ്മൾ ഇതൊക്കെ തപ്പിയിട്ടും പിന്നെയും വീട്ടിൽ പോയിട്ട് പെരുന്നാൾ വീഡിയോ നിങ്ങൾ എടുത്ത് കാണും. പെരുന്നാൾ വീഡിയോ വരെ ഞാൻ വീട്ടിലുണ്ട്, നമ്മളെല്ലാരും കൂടി വീഡിയോ ചെയ്തില്ലേ എന്നിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. സോ വീട്ടുകാരായിട്ട് പ്രശ്നമൊന്നും. ഒരുപാട് ആൾക്കാർ ഉമ്മന്റെ വിഷമം പറഞ്ഞായിരുന്നു. അത് സത്യമാട്ടോ, അത് സത്യമാണ്. ഉമ്മക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും മുന്നേ എപ്പോഴും കാണണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളോട് ഒരു കാര്യം പറയാം, കല്യാണം കഴിഞ്ഞതിന് മുന്നല്ല ഞാൻ ഈ കൊറോണ ആയതിന്റെ കൊണ്ടാണ് എന്റെ വീട്ടിൽ കറക്റ്റ് അടഞ്ഞുകൂടിയിട്ട് ഉണ്ടായിരുന്നത്. ആ കോഴിക്കോട് തന്നെ ഷിഫ്റ്റ്. അല്ലാതെ ഞാൻ കൊച്ചിയിലായിരുന്നു. ഞാൻ പഠിച്ചത് കൊച്ചിയിലാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിലാണ്, വർക്ക് ചെയ്തത് കൊച്ചിയിലാണ്, ഇതൊക്കെ കൊച്ചിയിലാണ്. സോ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ ഉമ്മക്ക് എപ്പോഴും എല്ലാരും അവിടെ തന്നെ മക്കളെല്ലാരും ഒരുമിച്ച് വേണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ് അവന്റെ ഉമ്മ. അതുകൊണ്ടുള്ള വിഷമാണ് ഉമ്മക്കുള്ളത്. അപ്പൊ അത് ഓർക്ക് എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരല്ല, ഓരെ നമുക്ക് എങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കാൻ പറ്റും. ഓർക്കൊക്കെ വേണ്ടിട്ട് തന്നെയാണ് നമ്മള്. വയസ്സായിട്ടുണ്ടെങ്കിലും ഉമ്മയുടെ ഇല്ല അവന് എപ്പോഴും കുട്ടിയാണ്. ഞാനിപ്പോ വീട്ടിൽ വരാൻ ലേറ്റ് ആയ വരെ ചീത്ത പറയും. ഒരു 10 മണിക്ക് മുന്നേ വീട്ടിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ കാരണം കൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ അത് നല്ലതാണെന്ന് എപ്പോഴും വിചാരിക്കില്ല. കാരണം നമ്മളിപ്പം വീട്ടിൽ എല്ലാത്തിനും പണിയെടുക്കാനൊക്കെ കാര്യപ്രാപ്തിയായിട്ടുള്ള മോനെ ചീത്ത പറയുന്നതിന്റെ കാര്യം എന്താ രാത്രി ഇപ്പം ലേറ്റ്, നമുക്ക് പണികൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും നമ്മൾ അത് ആസ്വദിക്കാറുണ്ട്. കാരണം നമ്മുടെ ഉമ്മ ഇപ്പം പറയുന്ന കാര്യങ്ങളല്ല, അത് അങ്ങനെ എടുക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറയും ഇതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ സാധാരണ നമ്മളെല്ലാവരുടെ സൗണ്ടും ഇന്ത്യയും റാഷിന്റെയും ഉപ്പന്റെയും ഒക്കെ സൗണ്ട് ഹൈയാ. ഉമ്മന്റെ സൗണ്ട് ഹൈ ആണ്. ഈ ഹൈ കൂടുമ്പോ ബും നാവലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടില് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഫോർച്യൂണർ ലോഡിങ്, ഡിഫൻഡർ ലോഡിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇനി വരരുത് പ്ലീസ്. ഇനിയിപ്പൊ നിങ്ങക്ക് താല്പര്യം പറഞ്ഞോളി. ഇനിയിപ്പൊ നിങ്ങളെ പറച്ചിലോണ്ട് കുറെ പറഞ്ഞിട്ട് ഇനി ഫോർച്യൂണർ കിട്ടിയാലോ, ഇനിയിപ്പൊ ബിരിയാണി, അതെ ഇനിയിപ്പൊ ബിരിയാണി കിട്ടിയാലോ കുഴപ്പമില്ല. നമ്മളാ അല്ലെ എന്റെ ഒരു ഫോർച്യൂണർ കിട്ടിയ പിടിക്കോ? അതെ. അതുകൊണ്ട് തന്നെ വീട്ടിലെ പ്രശ്നം കൊണ്ടൊന്നല്ല കേട്ടോ, നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് മാറിയതാണ്, പ്രോപ്പർ ആവാൻ വേണ്ടിട്ട്. ഒന്നരാടാവുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. വൈകുന്നേരം ഒരു 5 മണി ആ ടൈം ആവുമ്പോൾ നമ്മളെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാത്ത ദിവസം നമുക്ക് അതിന്റെ ഹൈലൈറ്റും കട്ട് ചെയ്തിടാൻ പറ്റും, ഷോർട്സ് ഉണ്ടാവും. അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. റോഷൻസ് വ്ലോഗ് ഷോർട്സ്. യെസ്. അതേപോലെ തന്നെ നമ്മുടെ മറ്റേ സംഭവം അത് കുറച്ച് ഡിലേ ആയത്, നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാര് ചെറിയൊരു പണി തന്ന്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചാമ്പി ഓനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോ അത് ലാഗായി പോയത്. അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞ പാട് ഇറക്കണം എന്ന് വിചാരിച്ച സംഭവമാണ്, ലാഗ് വന്ന്. അതാണ് നമ്മളത് പെട്ടെന്ന് ചെയ്യും. നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവർ ഈ ഫ്ലാറ്റ് മാറിയത് എന്തോ ബിസിനസ് കൂടി ചെയ്യാനാണ്. അത് സത്യമാണ്, ബിസിനസ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ആ പ്ലാന് അത് നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പർ ചെയ്യുന്ന, പിന്നെ നമ്മൾ പറഞ്ഞ ആ സർപ്രൈസ് സംഭവം വരാൻ പോകുന്നത് അതന്നെ. അതിന്റെ കാര്യങ്ങൾക്കും വർക്കിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മാറിയിട്ടുള്ളത്. സത്യമായിട്ട് എനിക്കും ഭയങ്കര മിസ്സിംഗ് ഉണ്ട്. ഇന്നലെ രാത്രി ഇവൻ ഒരു പടം കണ്ടു, അതായത് ട്രെയിൻ ടു ബുസാൻ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ. അപ്പൊ ആ പടം കണ്ടപ്പോ അതിൽ ബുസാൻ, അപ്പൊ ഒരു കൊറിയൻ മൂവിയാണ്, ഒരു സോംബി മൂവി, സോംബി അറ്റാക്ക് ഒക്കെ വരുന്ന ഒരു മൂവിയാണ്, നല്ല മൂവിയാണ്. അപ്പൊ അത് കണ്ടപ്പോ ഇവൻ ഇങ്ങനെ പറഞ്ഞു, രാത്രി ഉറങ്ങാൻ നേരത്തെ ഇവനെ മിസ് ചെയ്യുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട്. ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി. അപ്പൊ ഞാന് എല്ലാവർക്കും ഞങ്ങൾക്കും മിസ് ചെയ്യുന്നുണ്ട്. നമ്മളതിന് നമുക്ക് അവരെ കോൾ ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്നുണ്ട്. നമ്മളെ വർക്കുകൾ നമ്മൾ കോഴിക്കോട് വരുന്നുണ്ടല്ലോ, അപ്പൊ അവിടൊക്കെ പോകേണ്ടി വരും. ഇപ്പം കറന്റ് നമ്മള് ഷിഫ്റ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒന്ന് സെറ്റിൽ ആവട്ടെ, എല്ലാം ഒന്ന് റെഗുലർ ആവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത്, നിങ്ങളിപ്പോ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ നിങ്ങളും ഇപ്പൊ പാരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ അവർ മാറുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയും. കാരണം തെറ്റ് ചെയ്യാനുള്ളവർ എവിടെയാണെന്നുണ്ടെങ്കിലും അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, അത് പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അവര് കുറച്ചുകൂടിയും എന്താ പറയാ കാര്യപ്രാപ്തിയാവും. ഞാൻ മുന്നേ ഇവിടെ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ എന്റെ ഡ്രസ്സുകൾ അലക്കുന്നൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. പിന്നെ വീട്ടിൽ പോയപ്പോ വീണ്ടും കുഴിമടിയനായി, മനസ്സിലായില്ലേ? അപ്പം ഇവിടേക്ക് മാറിയപ്പോ വീണ്ടും എന്തായി, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് വയ്യെങ്കിൽ അവൻ കുക്ക് ചെയ്ത് തരാറുണ്ട്, ചെറിയ ചെറിയ എനിക്കറിയാലോ ഓംലെറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ, സ്നാക്ക് മാഗി ഉണ്ടാക്കാൻ അറിയാം.
അതെ, അത് പറയാതെ തന്നെ ഞാൻ സർപ്രൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര രസമാണ്, മാറി കഴിഞ്ഞിട്ട് ഭയങ്കര അല്ലേ. നമ്മുടെ ലൈഫ് ഇപ്പൊ ഒരു ഭയങ്കര ഹാപ്പിയാണ്. എന്താ മാഷാഅല്ലാഹ്. അതെ, പിന്നെ എല്ലാ കാര്യങ്ങളും പടച്ചോന്റെ കയ്യിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെ. ബാക്കി എല്ലാ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതിൽ വളരെ ഹാപ്പിയാണ്. നെക്സ്റ്റ് നൗഫിയ വഹാബ് ചോദിച്ചത്, വീട്ടുകാരില്ലാണ്ട് എന്ത് സന്തോഷം എന്ത് കാരണം കൊണ്ട് മാറിയതാണെങ്കിലും അവർ ഇന്നത്തെ ഡേ അവിടെ ഉണ്ടായിരുന്നു, അതായത് ഹൗസ് വാമിംഗ് ഡേ ആണെന്ന് തോന്നുന്നു, വേണമായിരുന്നു. അവരുടെ അനുഗ്രഹം അതില്ലാണ്ട് അവരുടെ മനസ്സ് വിഷമിപ്പിച്ച് എന്ത് തുടങ്ങിയാലും ഒരു കാര്യവും ഇല്ല. ഇതിപ്പോ ഫ്രണ്ട്സ് മാത്രം അവര് മതിയോ? നൗഫിയന്റെ ഒരു കാര്യം ചോദിക്കുന്നത്, നൗഫിയന്റെ കുടുംബത്തിൽ ഒരാള് ഗൾഫിലോ അല്ലെങ്കിൽ പുറത്ത് UK-ലോ ലണ്ടനിലോ ഇവിടെ ഒന്നുമില്ല. ഇവര് നൗഫിയന്റെ ഫാമിലിയുള്ള എല്ലാരും വീട്ടിൽ തന്നെയാണോ ജീവിക്കുന്നത്? എന്റെ പൊന്നുബായി, നമ്മളെ വർക്കിന്റെ കാര്യത്തിന് അപ്പൊ ദുബായിലുള്ളവരോ, ദുബായിനെക്കാട്ടി പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ കോഴിക്കോട് പോയിട്ട് വരലുണ്ട്. പെരുന്നാളായപ്പോ നമ്മള് തലേന്ന് പോയി, പെരുന്നാൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മള് തിരിച്ചു പോകുന്നു. സോറി, 2 ദിവസം മുന്നേ പോയിട്ടുണ്ട് അല്ലെ. 2 ദിവസം മുന്നേ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു വന്നിട്ടുണ്ട്. നൗഫിയ മോളെ, എല്ലാവരും വർക്കിന്റെ കാര്യങ്ങൾക്ക് വരണം. നമ്മളെ വർക്ക് ഈ വ്ളോഗിംഗ് ആണ്. നിങ്ങൾ പറയുന്നില്ലേ, വ്ളോഗിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. കാരണം അവരെ എഡിറ്റിംഗ് ആയിക്കോട്ടെ, അവർ എടുക്കുന്ന വീഡിയോക്ക് എടുക്കുന്ന എഫേർട്ട് ആയിക്കോട്ടെ, ഭയങ്കര എഫേർട്ട് തന്നെയാണ്. കുത്തിരുന്ന് എഡിറ്റ് ചെയ്യാനും കണ്ണ് നല്ല സ്ട്രെസ് കൊടുത്ത് മൈൻഡ് കൊണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു എഡിറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു വ്ളോഗർ ആവുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ഷന് കുറച്ച് അതിന്റെ ഒരു ഇത് വേണം, കുറച്ച് ഡയറക്ഷന്റെ കഴിവ് വേണം, കുറച്ച് എഡിറ്റിങ്ങിന്റെ കഴിവ് വേണം. എല്ലാ കഴിവും കൂടി ചേരുമ്പോൾ ഒരു വ്ളോഗർ ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ എല്ലാ പണിയും നമ്മളെല്ലാം എടുക്കുന്നത്. ഓരോ ഫുട്ടേജ് എടുക്കുമ്പോഴും അത് ഇന്ന സ്ഥലത്ത് വരുത്തണം, ഇന്ന മരുതാക്കണം, ഇന്ന സാധനങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം, ഫണ്ണ് സാധനങ്ങൾ കുറച്ച് കയറ്റണം, ഇതൊക്കെ അറിയേണ്ട ഒരു ഡയറക്ഷൻ കൂടി നമുക്ക് വേണം. സോ ഇത് എല്ലാം കൂടി ചേരുന്ന, ആക്ട് ചെയ്യാൻ അറിയണം, എല്ലാം കൂടി ചേർന്നതാണ്. ഈസി അല്ല. കാരണം ഞാനിത് ഈ ഒരു പ്രൊഫഷനിൽ ഇല്ലാത്ത ആളായിരുന്നു. അപ്പൊ പുറത്തുനിന്ന് കാണുന്ന ഒരാളുടെ രീതിയിൽ ഫസ്റ്റ് ഒക്കെ വന്നപ്പോ വീഡിയോ ഒക്കെ വന്ന അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് ഈസി അല്ലല്ലേ. കാരണം ഞാൻ വിചാരിച്ചോണ്ടിരുന്ന എന്ത്, ഒരു കോണ്ടന്റ് എടുക്കുന്നു അപ്പൊ തന്നെ ഇടുന്ന്, പിന്നെ കുറച്ച് ലൈക്കും, അപ്പൊ അവർക്ക് പൈസ കിട്ടും, ഇതാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു കോണ്ടന്റ് ആലോചിക്കണം, അതിന് വേണ്ട സ്ക്രിപ്റ്റ് റെഡിയാക്കണം, അതിൽ എന്തൊക്കെ എലമെന്റ് വേണമെന്ന് ആലോചിക്കണം, ഏതൊക്കെ ഫ്രെയിം വേണമെന്ന് ആലോചിക്കണം, എന്തൊക്കെ കട്ടിങ് വേണമെന്ന് ആലോചിക്കണം. ഇതൊക്കെ വെച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ആക്കണം. എഡിറ്റിംഗ് ചില്ലറ പരിപാടിയല്ല. കാരണം നമ്മൾ ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള മ്യൂസിക് ആഡ് ചെയ്ത്, ഒരു ഫൺ മ്യൂസിക് ആഡ് ചെയ്ത്, അങ്ങനെ അത്രയും ആറ്റിക്കുറുക്കിയിട്ടാണ് ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് തരുന്നത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് തരുന്ന കണ്ടന്റ് കുറച്ചുകൂടി നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാറിയിട്ടുള്ളത്. കുറെ കമന്റ്സ്, റിപ്പീറ്റേഷൻ കമന്റ്സ് ആട്ടോ. ഈ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് മെയിൻലി ആൾക്കാർ ചോദിക്കുന്നത്. അതൊന്നും നിങ്ങളെ കൺവേ ചെയ്തു തരാണ്. പിന്നെ ഫ്ലാറ്റ് ഹോം ടൂർ ആണ് നമ്മൾ ഇടാൻ പറഞ്ഞിരുന്നത്. വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ, പക്ഷെ അധികം ഹോം ടൂർ കമന്റ് വന്നിട്ടില്ല. അതുകൊണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഹോം ടൂർ നിങ്ങൾക്ക് ആവശ്യമില്ല. അതെ, നിങ്ങളെ കമന്റ് എപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യകത കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടന്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മളത്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കണ്ടന്റ് എന്ത് ചെയ്താൽ മതി, ഹോം ടൂർ അങ്ങനെ ചെയ്താൽ മതി. അതെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പറയേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ അത്ര കമന്റ് ഇല്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഹോം ടൂർ ചെയ്യാതെ ഈ വീഡിയോ ഒരു എക്സ്പ്ലനേഷൻ തരാം. എന്നിട്ട് നമ്മുടെ കണ്ടന്റുകൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇനിയും ചെയ്യുന്ന കണ്ടന്റിന്റെ അടിയിൽ നിങ്ങൾ വന്നിട്ട് ഫോർച്യൂണർ ലോഡിംഗ്, ഇവരെ ഫാമിലി എവിടെ പോയി, ഇവരെന്തുകൊണ്ട് മാറി? ഇതിപ്പോ മൊത്തം ഫാമിലി വ്ലോഗ് ഫോർച്യൂണറിന് വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുക. ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാരും അങ്ങനെയാന്ന് ഒരിക്കലും. കാരണം ഓരോരുത്തരുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. നിങ്ങൾ ആകെ കാണുന്നത് ഒരു 30 സെക്കൻഡ്, ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ആണ് നമ്മളെ കാണുന്നത്. അത് വിചാരിച്ച് ഒരിക്കലും ആരെയും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. അതെ, നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഞാൻ പരമാവധി എന്റെ വീഡിയോയിൽ ഇപ്പം എനിക്ക് കുറെ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോരായ്മ ഇതിൽ കാണിക്കണം എന്ന് വിചാരിക്കുന്നതല്ല. കുറെ ആൾക്കാർ, കുട്ടികളൊക്കെ നമ്മളെ വീഡിയോ കാണുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് ആണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോ ഒക്കെ നമുക്ക് തെറ്റുകൾ പറ്റുമായിരിക്കും. തെറ്റുകൾ പറ്റാത്ത ഒരാളും മനുഷ്യന്മാരില്ല. നിങ്ങൾക്ക് നന്നായിട്ട് വിമർശിക്കാനുള്ള നിങ്ങൾക്ക് പറയാം. അതെ, അതിനനുസരിച്ച് നമ്മൾ തിരുത്താറുണ്ട്. ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഇതുവരെ ഒരു കോൺട്രവേഴ്സി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ഇത്രയും കാലം, ഞാൻ 7-8 കൊല്ലമായി ഈ യൂട്യൂബ് ഫീൽഡിൽ. ആദ്യം ട്രാവൽ വ്ളോഗർ ആയിരുന്നു. അന്ന് ആരും കാണൂലായിരുന്നു വീഡിയോ ഒന്നും. ഈ കൊറോണ വന്നപ്പോഴാണ് വീഡിയോ ഒക്കെ എല്ലാവരും കാണാൻ അധികം തുടങ്ങിയത്. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് പൈസ എനിക്ക് വേറെ ഒരു പരിപാടി, അതായത് ട്രാവൽ ഏജൻസി ഉള്ളതിനെ കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അല്ലാതെ ഞാൻ ഇത് മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന ഒരാളായിരുന്നില്ല. പിന്നീട് എനിക്ക് നല്ലതായിട്ട് ഇതിൽ നിന്ന് പൈസ കിട്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ സ്വന്തമായിട്ട് വീട്, സ്വന്തമായിട്ടുള്ള ഒരു റിസോർട്ട്, നല്ല രീതിക്കാണ് പോയത്. എല്ലാവരും സപ്പോർട്ടുണ്ട്. സോ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള ചാൻസസ് എനിക്ക് മുന്നേ വന്നിട്ടുണ്ട്. പല കോൺട്രവേഴ്സിന്റെ ഇടയിൽ കയറാനുള്ള. പക്ഷെ അത് ഞാൻ ചെയ്യാതിരുന്നതും ഉണ്ടാക്കാതിരുന്നതും അപ്പൊ കിട്ടുന്ന പൈസ
നമുക്ക് ചിലപ്പോ കുറച്ച് പിന്നീട് ആൾക്കാർക്ക് തോന്നും ഇവൻ അതാണ് ഇതിപ്പം പ്രശ്നക്കാരൻ അത് ഇതെന്ന് തോന്നുമല്ലോ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു വീഡിയോയിൽ തെറികളായിക്കോട്ടെ, സാധാരണ ഇതിൽ നമ്മൾ തെറിയൊക്കെ പറയും, അത് ഏത് ആൾക്കാരാണെങ്കിലും തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് വീഡിയോയിൽ പറയത്തെന്ന് പറഞ്ഞാൽ അത് കുറെ ആൾക്കാർ കാണുന്നുണ്ടാവുമല്ലോ, അപ്പൊ അത് നമ്മൾ ഇതാക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അവർക്കും കൂടി കേട്ടിട്ട് അവര് അനുകരിക്കരുത് പറയരുത് എന്നല്ല വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ഒരാളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ, എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഫണ്ണോ വലിയ സംഭവങ്ങൾ നമ്മളെ തരുന്ന വിചാരിക്കില്ല. നിങ്ങൾ ആഗ്രഹിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലെ നമ്മളെ ഒരു നിങ്ങള് കുറച്ചെങ്കിലും നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ പറ്റിയ, അതെ ചിരിക്കാൻ പറ്റിയ അത്രയും നല്ല ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് ചെയ്യുന്ന സാധനത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളും കൂടി ആക്കാൻ പറ്റിയ സംഭവം കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും ഇതാണ് കാര്യങ്ങളുള്ളത്. ബാക്കിയൊക്കെ കമന്റ് ഇതൊക്കെ തന്നെ അല്ലേ. ഇനി വീഡിയോസ് കാണാൻ രസം ഉണ്ടാവില്ല, ഫാമിലി ഒന്നും ഇല്ലാതെ വീഡിയോ ബോറാണെന്ന് തോന്നുന്നവർ ലൈക്ക് അടി. നിങ്ങൾക്ക് ബോറായി തോന്നുന്നുണ്ടോ നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങൾ പറയേണ്ട കണ്ടന്റുകൾ ഫുള്ള് വാച്ച് ചെയ്തിട്ട് പറയണം. ബോറാണെങ്കിൽ അടുത്ത ഓസി കണ്ടന്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കേണ്ടി. മറ്റന്നാളത്തെ കണ്ടന്റ് എങ്ങനെ ഉണ്ടായിരിക്കുന്നു, അതിന്റെ അടുത്ത കണ്ടന്റ് എന്താന്നുള്ളത്, കാരണം കുറച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പം ഇത്രക്കല്ലേ ഉള്ളൂ. ഇത് ബാക്കിയൊക്കെ റിപ്പീറ്റേഷൻ അല്ലേ. ജുബിനെ പോലെ ആ ചെക്കനെ കൊണ്ടുപോകുന്നില്ലേ, മറവ ജൂബിന്ന് പോലും എനിക്കറിയില്ല. മറവ ഫാത്തിമ പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ആളുടെ ലൈഫിൽ നടക്കുന്നതല്ല മറ്റൊരാളുടെ ലൈഫിൽ നടക്കുന്നത് കമ്പയർ ചെയ്യാണ്ടിരിക്കൂ പ്ലീസ്. കല്യാണം കഴിഞ്ഞാൽ ഉമ്മയും അപ്പയും പെങ്ങളും അനിയനൊന്നും വേണ്ട. വേറൊരു കാര്യമുണ്ട്, ഇവൻ ഇത്രയും കാലം ജീവിച്ചതും ഇനി ജീവിക്കാൻ പോകുന്നതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ്. എന്റെ ഫാമിലി ഞാൻ എപ്പോഴും ഇതുവരെയായിട്ട് കൈവിട്ടിട്ടില്ല, ഞാൻ ഇനി കൈവിടൂല്ല. ഓക്കെ, എന്റെ അനിയനായി ആണെങ്കിൽ പോലും ഇവൻ അങ്ങനെയാ നോക്കുന്നത്. അത്രയും ഞാൻ അവർക്കൊക്കെ റെസ്പെക്ട് അല്ല. ഇപ്പൊ എന്ത് കാര്യം വന്നാൽ റാഷിക്കാണെന്നുണ്ടെങ്കിലും ഇതാക്കാനാണെന്നുണ്ടെങ്കിലും ഇപ്പം റാഷിന്റെ തന്നെ സെപ്പറേറ്റ് ഓന് ചെയ്യുന്ന ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ ഓനക്ക് ഓൻ്റെതായിട്ടുള്ള കാര്യം ചെയ്യണം, ഓനക്ക് കല്യാണം കഴിക്കണം, ഓനക്ക് ഇതായി വരികയാണ്. അപ്പൊ ഓനും ചെയ്യണം, ഓനും വർക്ക് ചെയ്തിട്ട് ഓൻ്റെതായിട്ട് ഉണ്ടാക്കട്ടെ. പക്ഷെ ഏത് സമയത്താണെന്നുണ്ടെങ്കിൽ ഓനക്ക് എന്തെങ്കിലും കാര്യം വന്നാലും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇതാക്കാറുണ്ട്. അതേപോലെ തന്നെ സൈവമോൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഞാൻ വരുമ്പോ ആണെങ്കിൽ പോലും ഓൾ ആഗ്രഹിച്ച ഒരു സാധനം ഞാൻ ഇതുവരെ കൊടുക്കാതെ ഇരുന്നിട്ടില്ല. സൈവമോള് എന്നോട് ചോദിച്ച ഒരു സാധനം, എന്നെ പല ആൾക്കാരും ഇങ്ങനെ കുട്ടിക്ക് പെട്ടെന്ന് ഇതാക്കി കൊടുക്കുന്നത് അതാക്കി കൊടുക്കും, കുട്ടി മോശമായി പോകും, ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ മോശമാക്കുക അങ്ങനെ പറഞ്ഞ അതിലൊരു ചെറിയൊരു നല്ലുണ്ട്. പക്ഷെ അതിലുപരി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പെങ്ങളാണ്. എനിക്ക് ചില ടൈമിൽ ചെറുപ്പത്തിലൊന്നും ചില സാധനങ്ങളൊക്കെ നമ്മൾ കുറേ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ, കാരണം സാമ്പത്തിക നില കുറവായിരുന്നു, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ ആ ഒരു വിഷമം ഓൾ അറിയരുത് എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ സൈബമോള് നല്ല മുത്താണ്, കാരണം ഓളിലെ നമ്മൾ വരുന്നതിൽ ഭയങ്കര സങ്കടം സൈബമോൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരാരും നമ്മൾ വിട്ടിട്ടില്ല, കൈ ഒഴിഞ്ഞിട്ടില്ല, ഒന്നും ഇതാക്കിയിട്ടില്ല. നമ്മൾ ഇങ്ങോട്ട് വർക്കിന് വേണ്ടി മാറി. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കൊക്കെ തന്നെയാണ് ഗുണം, ഓർക്കും വിളിക്കും എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളു കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ റിപ്പീറ്റേഷൻ ഉള്ളൂ. അപ്പൊ ഇതാണ് അടുത്ത ഓസി വീഡിയോ നിങ്ങൾ വരിക. പിന്നെ നിങ്ങൾക്ക് നമ്മളെ ചെയ്യാൻ ആഗ്രഹമുള്ള കണ്ടന്റുകൾ നിങ്ങൾ നമ്മളോട് പറഞ്ഞു തരാം അല്ലെ, നമ്മളത് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. എൻ്റെ കുടുംബത്തിൽ മോസ്റ്റ് ഓഫ് ആൾക്കാർ, എൻ്റെ ഉപ്പ കുടുംബത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ മോസ്റ്റ് ഓഫ് ആൾക്കാർ ഗൾഫിലൊക്കെ. അപ്പൊ ഈ ഗൾഫിലുള്ള ഒരു വീട്ടുകാരൊക്കെ ഒഴിവാക്കിയിട്ട് പോയതാണ് അവിടെ? അല്ലല്ലോ, അല്ല. വർക്കുകൾ പലതരത്തിലുള്ള വർക്കുകളുണ്ട് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്ന് ഇനി നമ്മളെ വർക്കാണെങ്കിൽ പോലും പറയാൻ പറ്റില്ല അല്ലെ, അത് ഏത് രീതിയിലേക്ക് മാറുന്നു. ഓരോ സാഹചര്യത്തിനും കാലത്തിനും അനുസരിച്ച് പുതിയ പുതിയ വർക്കുകൾ വരും, പുതിയ പുതിയ മേഖല വരും, പുതിയ പുതിയ ജോലി സാധ്യതകൾ വരും. അതിനനുസരിച്ച് നമ്മൾ മാറിയിട്ട് ചിന്തിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. പണ്ട് ഞാൻ ഒക്കെ യൂട്യൂബ് തുടങ്ങുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കുമായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ കൊറോണ ഒക്കെ ആയപ്പം എല്ലാവരും കുറെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ വ്ളോഗർ എന്ന് പറയുമ്പോൾ ഒരു സംഭവമായിട്ട് മാറി. അതിന്റെ മുന്നേ പുച്ഛം ഉണ്ടായിരുന്നു, നാണക്കേടായിരുന്നു, ആൾക്കാർ കളിയാക്കലായിരുന്നു. സുഹൃത്ത് വല ആയിക്കോട്ടെ, നമ്മളല്ലാത്ത വലയങ്ങളായിക്കോട്ടെ, ഒക്കെ നമ്മളെ കളിയാക്കലും. ആ കളിയാക്കൽ അവർ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറയും പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാന്ന് പറയുന്നത് അത്ര ഇതല്ലാത്ത ടൈം. അതെ. അത് കഴിഞ്ഞ് കൊറോണ ആയപ്പോ അത് മാറി. അതേപോലെ തന്നെ ഇപ്പം ഇതൊരു പ്രൊഫഷൻ ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങി. ഇതേപോലെ തന്നെ പലതും വരും, പല സംഭവങ്ങളും വരും. ഓക്കെ, അപ്പം ഇത്ര ഉള്ളു കാര്യങ്ങൾ. അപ്പം നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാറിയിട്ടുള്ളത്. പ്രശ്നങ്ങളും വിഷമങ്ങളും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന
സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാ സംഭവവും നമ്മളെ ലൈഫിലുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ആയിക്കോട്ടെ, എന്താണുള്ളത് എന്നുള്ളത് ഒന്ന് നമ്മൾ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പൊ എന്തായാലും അടുത്ത OC വീഡിയോയിൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനൽ ഷോർട്ട് ചാനൽ മറക്കരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.